ഹലോ, ഞാൻ എന്താ ഇവിടെയാ. എന്റെ ഏട്ടനാ സുകുമാരൻ. തുണിക്കടയിലൊക്കെ ആയിരിക്കുമല്ലേ? അയൽക്കാരാവുമ്പോ ആരാ എന്താന്നൊക്കെ അറിഞ്ഞിരിക്കണം, നല്ലതല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മാറുണ്ടല്ലേ? ഇന്നലെ സന്ധ്യക്കും കണ്ടു. അഞ്ജലി എന്നല്ല പേര്, നല്ല പേര്. ഞാൻ കോയമ്പത്തൂര് കൂട്ടുകാരന്റെ ഒപ്പം റിപ്പയർ കട നടത്തി നഷ്ടം വന്ന് പൂട്ടി. ഏട്ടന്റെ കുറെ കാശും കളഞ്ഞു. ഗോപി അതെന്റെ പേരാ. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇവിടൊക്കെ തന്നെ കാണും. ഏട്ടനും ഇടത്ത് ഇങ്ങോട്ട് താമസം മാറ്റിയ പിന്നെ ഇതുവരെ വരികയുണ്ടായില്ല. ഇത്രയല്ലേ ഉള്ളൂ. ഒക്കെ ഭാരതീയച്ചി പറഞ്ഞു. ഞാൻ പോവുക, എന്റെ ബസ് പോവും. അതെ, ചില്ലറ മാറണമെങ്കിൽ വിളിച്ചാ മതി. ഞാനിപ്പോ സിഗരറ്റ് വലി തുടങ്ങി. ആരാ? ഞാൻ സുകുമാരന്റെ അനിയൻ. ആ, ഇങ്ങോട്ട് വരിക. ഓ, കണ്ടിട്ടില്ല നിന്നെ. ഉണ്ടാവില്ല. എപ്പോഴാ എത്തിയത്? ഇന്നലെ വൈകുന്നേരം. വരാ. ഭരതമാഷ്ട അമ്മയല്ലേ? പരിചയം ഉണ്ടായിരുന്നോ ഭരതനെ? ഇല്ല, പരിചയപ്പെടണമെന്ന് മോഹം ഉണ്ടായിരുന്നു. മാഷ് ടൂണിട്ട പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇളയതാ അത്. ഇവിടത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതും കൂടി കഷ്ടപ്പെടണം. വിധിയില്ലാത്ത കുട്ടികള് മരിച്ചിട്ടിപ്പോ ഒരു കൊല്ലാവണു. കുറച്ചു ദിവസം ഉണ്ടാവോ സുകുമാരന്റെ അനിയൻ നാട്ടില്? ഇനി പോണില്ല. ഈ ജോലി പോയോ? കടയായിരുന്നു. ഇനിയിപ്പോ ഇവിടെ തന്നെ എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ട്. ഹലോ, ഞാൻ ഗോപി. ഓ, ഞാൻ ഗോപി, സുകുമാരന്റെ അനിയൻ. മുത്തശ്ശി എന്നെ വിളിച്ചു, ഞാൻ കൂടെ പോന്നു. അത് ഞാനല്ല, ഇച്ചേച്ചിയാ. സോറി. ഞാൻ ഗോപി. ആ കുട്ടി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞത് തന്നെ ചേച്ചി പറഞ്ഞത്. ഓഹോ, അതിങ്ങനെയും പറയാല്ലേ? അതങ്ങനെ തന്നെയാ പറയണ്ടേ. ഇങ്ങോട്ട് കേറുക. സുമാന്റെ അനിയന് ഇത്തിരി ചായ എടുക്കാരുതേ. അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങാണ്. സുമാന്റെ അനിയൻ അങ്ങാടിക്ക് പോണുണ്ടോ? എനിക്ക് ഇത്തിരി പുകല വേണ്ടിയിരുന്നു. ഈ മുത്തശ്ശിക്ക് എന്താ? 5 വരുമ്പോ സാരമില്ല, ഞാൻ വാങ്ങിക്കൊണ്ടിരാം. വേണ്ട, 5 കൊണ്ടുവരും. അവള് മറക്കും. ഇല്ലേ, മറക്കില്ല. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നാ സുമാന്റെ അനിയൻ പൊക്കോളൂ. സമയം കിട്ടുമ്പോ ഇടയ്ക്ക് വരൂ. ഓ, എന്നാ ശരി. ഞാൻ അങ്ങോട്ട് പറഞ്ഞാ മതി. താനിന്ന് വൈകിയോ? വരണ വഴിക്ക് പോസ്റ്റ്മാനെ നോക്കിയിരുന്നു. ഇന്നത്തെ മെയിലുമില്ല. അപ്പൊ ആ ജോലിയുടെ പ്രതീക്ഷയും വേണ്ടാന്ന് ചുരുക്കം. തൃപ്പാട്ടൂരിനി ഒരു നേരം പൂജ മതിയെന്ന കമ്മിറ്റിയുടെ തീരുമാനം. വരുമാനം എത്രയ്ക്ക് ഇല്ലാണ്ടായിരിക്കണു. ആ, ഗോപിയോ എത്തിയോ താൻ? ഇന്നലെ വൈകുന്നേരം. തന്റെ കത്ത് മിനിയാന്ന് കിട്ടി എനിക്ക്. കോളേജ് വിട്ടിട്ടും മുറയ്ക്ക് കട്ടർപാടുള്ളത് താനോട്ട് മാത്ര. ഓപ്പോൾ അറിയോ ഗോപിയെ? ഇവിടെ വന്നിട്ട് മുമ്പ് ഓർമ്മയുണ്ട്. ഗംഗാധരന്റെ ഒപ്പം വന്ന് ഒരു ദിവസം ഇവിടെ തങ്ങ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? അന്ന് തിരുമേനിയുടെ കവിതയും പാട്ടും കേട്ട് ആകെ ജഗ പുകയായിരുന്നു. ആ, ഗോപി ഇരിക്കേ. ഗോപിക്ക് കുടിക്കാൻ എന്തോ കാപ്പി എടുക്കാം. പാലുണ്ടാവില്ല. കവിത എഴുത്തൊക്കെ എങ്ങനെ? ഇടയ്ക്കുണ്ട്. ഈ ആഴ്ചത്തെ മാതൃഭൂമിയിലുണ്ടോന്ന്. കോയമ്പത്തൂർ വെച്ച് ഒരെണ്ണം വായിക്കണ്ടായി 1 മാസം മുമ്പ്. മുഴുവൻ അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും ഉള്ളിലൊരു പെടച്ചിലുണ്ടായി. ദുഃഖാണ് തിരുമേനിയുടെ മാസ്റ്റർ പീസ് അല്ലേ? ജീവിതത്തിൽ നിന്നല്ലേ നമ്മൾ ആശയങ്ങൾ എടുക്കുക ഗോപി. എന്നാലേ ആ ഭിക്ഷകവിത ഉണ്ടല്ലോ ഉണ്ണി, തുറന്നങ്ങൾ പറയാലോ. ഒരു വസ്തുവും ഉള്ളില്ല. ചോലപ്പറമ്പിന്റെ കവിതകൾ വായിച്ചിട്ടുണ്ടോ താൻ? വായിക്കണം. എന്താ അർത്ഥഗുണവും ശയ്യാഗുണവും. വാ, നമുക്ക് ചവടിയിലിരിക്കാം. അപ്പോ പാർട്ട്ണർ അക്കരയ്ക്ക് മുങ്ങി. ഇനി താനോ? ഇവിടെ തന്നെ കൂടാനാ തീരുമാനം. കട തുടങ്ങാൻ ഒരു മുറി വേണം ആദ്യം. നമുക്ക് ശ്രമിക്കാം. ചെറുതായിട്ട് തുടങ്ങിയാൽ മതി. പിന്നെ വേണമെങ്കിൽ വലുതാക്കാലോ. തിരുമേനി ഇപ്പോഴും ശാന്തി തന്നെ അല്ലേ? തൽക്കാലം അഷ്ടി കഴിയണ്ടേ. ജോലിയുടെ ഹോപ്പ് വിട്ടിട്ടില്ല എപ്പോഴും. കൊടുക്കാനല്ലോ നമ്മുടെ കയ്യില്. അതുകൊണ്ട് ഇങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചു കൂട്ടുണ്ട്. കവിതയെന്ന് കിട്ടണോണ്ട് സ്റ്റാമ്പിനും കവറിനും തികയും. ആ, ഇതാ ലേറ്റസ്റ്റ്. താ നോക്ക്. അല്പ ആത്മകാംക്ഷ ഉണ്ട്. തിരുമേനി എന്നൊന്ന് ചൊല്ല. എത്ര നാളായി തിരുമേനി കവിതകൾ കേട്ടിട്ട്. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല.
ദിവസം എത്രയാടോ തന്നിട്ട്? മഹത്തായ കലാസൃഷ്ടികൾ ദിവസങ്ങളല്ല, ചിലപ്പോ മാസങ്ങളും വർഷങ്ങളും എടുത്തു. എനിക്ക് മഹത്തായ കലാസൃഷ്ടി ഒന്നും വേണ്ട. ആ ഷർട്ട് ഒന്ന് തുന്നി തീർത്താൽ മതി. ഇതങ്ങനെ വെറുതെ തുന്നി തീർക്കാൻ പറ്റോ? ഇതിന് ബട്ടൺസ് പിടിപ്പിക്കണം, തേക്കണം, പിന്നെ കടയുടെ പേര് തുന്നി പിടിപ്പിക്കണം. അതൊന്നും വേണ്ട. അതൊന്നും വേണ്ടാന്നോ? എവിടെയെങ്കിലും ചെന്ന് വല്ല പെടുമരണത്തിൽ പെട്ടാൽ ആളെ തിരിച്ചറിയാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. കോളറിന് പിന്നിലുള്ള ഞങ്ങളുടെ കടയുടെ പേര്. അത് വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുക. താനെന്ത് കുന്തമെങ്കിലും പിടിപ്പിക്കുക. അതൊന്ന് തുന്നി തീർക്ക്. തീർത്തു തരാം. അവിടെ ഇരി, സമാധാനായിട്ടിരി. രാമൻകുട്ടി, ഒരു അത്യാവശ്യ കാര്യമുണ്ടല്ലോ. ആ തിരുമേനിയോ? കാണാൻ കിട്ടണല്ലോ ഇപ്പോ. ഇവിടേക്ക് തന്നെ ഉണ്ട്. ആഹാ. ഇതെന്റെ കൂട്ടുകാരൻ ഗോപി. അയ്യോ. കോയമ്പത്തൂർ റിപ്പയറിംഗ് ഷോപ്പ് നടത്തായിരുന്നു വാച്ചിന്റെ. ആഹാ. ഇപ്പൊ അത് നിർത്തി ഇവിടെ ഒന്ന് തുടങ്ങിയാലൊന്ന് ആലോചിക്കാം. ഓഹോ. ഒരു മുറി ശരിപ്പെടുത്തണം. മുറി എന്ന് പറയുമ്പോ വലുത് തന്നെ വേണമെന്നുണ്ടോ? വേണ്ട, ഇതുപോലെ ഒന്ന് മതി. ഇതിന്റെ അപ്പുറത്തും ഒരു ദാമോദരന്റെ ലേറ്റ് ആൻഡ് സൗണ്ട് ആയിരുന്നു. അവൻ പൂട്ടി ദുബായി പോയി. ആരും ബേക്കറിക്കാരൊന്നും നോക്കണ്ടായിരുന്നു. ഞാൻ ശങ്കരൻ നായരോട് സംസാരിച്ചു നോക്കാം. ശരി. ഈ നേരം മുഴുവനും മൂപ്പര ആർത്തിപ്പണ്ടാരാ പകരം കൊടുക്കേണ്ടി വരും. കുറച്ചെന്തെങ്കിലും നോക്കാം. അവിടെയാണ് പ്രശ്നം. എന്നാലും ശ്രമിക്കാം. ശങ്കരൻ നായർ അങ്ങനെ അമ്പല കമ്മിറ്റി ഓഫീസിലേക്ക് പോണുണ്ടോ? ഒരു കാര്യം ചെയ്യാം, താമസിക്കണ്ട, ഇപ്പൊ തന്നെ പോയേക്കാം. വാ. എടോ, എന്റെ ഷർട്ട്. ഒരു ഷർട്ട്, അതിനേക്കാൾ വലിയ കാര്യത്തിന് ഞങ്ങൾ പോണ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒരു 5 മിനിറ്റ് വിടീരി, ഞാൻ ഇപ്പൊ വരാം. ആ കട ഒന്ന് നോക്കിയേക്കണം. ആ പിന്നെ നമ്മുടെ കല്യാണി വരും. ഏത് കല്യാണി? ഏത് കല്യാണിന്നോ? മേലെ പറഞ്ഞ കല്യാണി. കല്യാണി വന്നൊരു പൊതി ചോദിക്കും. പൊതി ഇവിടെ ഇരിപ്പുണ്ട്, ഒന്ന് എടുത്തു കൊടുത്തേക്കണം. ഇത് തീർത്തിട്ട് പോയാൽ മതി. ചേടാ തീർന്നല്ലോ. ഷർട്ട്, സൂചി, നൂല്, ബട്ടൺസ്. ഈ ബട്ടൺസ് ചേട്ടൻ തന്നെ തുന്നി പിടിപ്പിച്ച് ഇട്ട് സമ്മേളനത്തിന് എവിടെ വേണമെങ്കിലും പോയിക്കോ. കാശ് ഞാൻ പാർട്ടി ഓഫീസിൽ നോക്കിക്കോളാം. എടോ, ഇതുകൂടി തീർത്തിട്ട് പോയാൽ മതി. ഒരു ബട്ടൺസ് തുന്നാൻ അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയ നേതാവോ? ഇവരൊക്കെ എങ്ങനെ നാട് ഭരിക്കുന്നു എനിക്കറിയാൻ വയ്യ. ആ പിന്നെ ദാ ഇതും കൂടി ആ കോളറെ പിടിപ്പിച്ചേക്ക്. കുനിശ്ശേരി ടൈലേഴ്സ്. ആ തിരിച്ചറിയണ്ടേ? വാ. ആ പാലപ്പള്ളി ജംഗ്ഷനിലെ ട്രാൻസ്ഫോർ നോക്കാൻ ആരാ പോയത്? നാസർ പോയിട്ടുണ്ട്. ഏത് ആളെ ലീവ് തന്നെയാ? അറിയില്ല. എന്താ രാമൻകുട്ടി, അയ്യോ, നീ എന്താ ഇങ്ങട്? ഒരു കട ശരിയാണ്ടേട്ടാ. രാമകുട്ടിയുടെ കടയുടെ തൊട്ടടുത്താ, നമ്മുടെ അങ്ങാടി തന്നെ. പകടി 15 ചോദിക്കണത്. 10 മുറിക്കാന്ന് രാമകുട്ടി പറയണ്ട്. ഏട്ടനൊന്ന് സഹായിക്കേണ്ടി വരും. ഇന്നോ നാളെ എന്നൊക്കെ പറഞ്ഞ അവറാച്ചിന്റെ പലിശക്ക് എടുക്കാനെ. ഇതെങ്കിലും മര്യാദക്ക് കൊണ്ടുനടക്കാൻ നോക്കുക. വലിയ പട്ടണത്തിലൊക്കെ വാച്ച് റിപ്പയർ ചെയ്യണം തുടങ്ങാന്ന് വെച്ചാ എന്തെങ്കിലും ബിസിനസ് ഉണ്ടാവും. ഇതിപ്പോ ഈ നാട്ടിൻപുറത്ത് എത്ര ആളുടെ കയ്യിലുണ്ട് വാച്ച്? ഏട്ടന്റെ കയ്യിലില്ലേ വാച്ച്? ഗോപിയുടെ കയ്യിലില്ലേ? എന്റെ കയ്യിലില്ല. വേണ്ട. മീൻകാരുടെ കയ്യിലില്ലേ? പാടത്ത് പണിക്കാരുടെ കയ്യിലില്ലേ? വെളിച്ചപ്പാടിന്റെ കയ്യിലില്ലേ? എംബ്രാന്തിയുടെ കയ്യിലില്ലേ വാച്ച്? എന്തിന്? വാച്ച് മാമാരുടെ കയ്യിലെങ്കിലും കാണില്ലേ വാച്ച്? ഒരു കട തുടങ്ങിയ ഒന്നുമില്ലെങ്കിൽ സമയമെങ്കിലും കൃത്യമായിട്ട് അറിയാലോ. നാശം എപ്പോഴും തന്നെ. ഇതൊന്ന് ശരിയാക്കി തരണം. ഹലോ. ഉദ്ഘാടനം കഴിഞ്ഞ് നല്ല ഐശ്വര്യമായിട്ട് കിട്ടണ വാച്ച്. അത് നല്ല ഐശ്വര്യമുള്ള കൈയുണ്ട്. ഫേവർ ലൂബ 1942 മോഡൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത്. മുത്തച്ഛന്റെ ആണോ? ഇനി ഇതുപോലത്തെ ലോകത്തില് 10-15 കാണൂ. സൂക്ഷിച്ചു വെക്കണം. മ്യൂസിയം പീസാ. ലണ്ടനിൽ ഓപ്ഷൻ വെച്ചാ ഒരു 2 ലക്ഷം പൗണ്ടെങ്കിലും കിട്ടും. ചരിത്രം പഠിപ്പിക്കണ്ട, അത് നന്നാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാ മതി. നന്നാക്കാൻ പറ്റുമെന്ന് ജയാ, ഇതാണ് നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ ഇത് നന്നാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഫേവർ ലുബ സ്പെഷ്യലിസ്റ്റാ ഗോപിയേട്ടൻ. അതൊന്നും ഇപ്പൊ ഇവിടെ പറയണ്ട. എന്ത് ചാർജ് ആവും? എന്ത് ചാർജ് ചെയ്യാൻ ചെയ്യാ? അതിപ്പോ ഞാനങ്ങനെ സാധാരണ ചാർജ് ഒന്നും പറയാറില്ല. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാലോ. അത് വർക്ക് കണ്ടിട്ട് കുട്ടിയെന്നെ തീരുമാനിച്ചത്. ബസ് വന്നു. നല്ല കുട്ടിയല്ലേ ജയ? ഒന്ന് വേഗം ആവട്ടെ രാമൻകുട്ടി. മുഹൂർത്തം കഴിയണേ മുമ്പെങ്കിൽ എത്ര കല്യാണത്തിന്? 4 ദിവസം മുമ്പ് തരാമെന്ന് പറഞ്ഞല്ലേ നീ? അതിന് 4 ദിവസം മുമ്പ് വരണമായിരുന്നു. വരുമ്പോ നീ വേണ്ടേ? കിടന്ന് ചൂടാവില്ല നാരായണി. ഒരു പാലിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ടേ? എന്ത് പാലം? എന്ത് പാലം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? രാമകുട്ടി, പാറത്താഴൽ കോയന്നുറ്റാര് മരിച്ചു പുലർച്ചെ. ഓ ഈശ്വര, ഇതിലും വരുന്നെന്തോ വരാനിരുന്നതാ. ഇങ്ങനെ തീർന്നത് നന്നായി. ഇനി പോവാതിരിക്കാനും പറ്റില്ലല്ലോ. ദാ വരുന്നു ഞാൻ. ഒരു 5 മിനിറ്റ് ശവദാഹം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്റെ ബ്ലൗസ്. ഈ ബ്ലൗസ് രണ്ടും പോവാലോ നാരായണി. ഗോവിന്ദനായർ പോയ പോക്കേ. തുന്നി തീർത്തിട്ട് പോടോ. അത്രക്ക് അത്യാവശ്യം. അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഗോപിയേ, ഗോപി ഒന്ന് വാ. ഞാനിവിടെ അത്യാവശ്യം. അതിനേക്കാൾ അത്യാവശ്യം വാ. ജയ, അതൊന്ന് അയച്ചു വെച്ചേക്കേ. മോനൊന്ന് അയച്ചു വെച്ചേക്കേ. ഇത് നാരായണി ചേച്ചി.
എനിക്ക് വേണ്ടപ്പെട്ട ചേച്ചിമാരിൽ ഒരാളാ. ആ. ഇന്ന് കല്യാണമാണ്. ആണോ? അയ്യോ ചേച്ചിയുടെ അല്ല, വേറെ ആരുടെയോ. ഓ, ഈ ബ്ലൗസ് ഇട്ടിട്ട് തന്നെ വേണം ചേച്ചി കല്യാണത്തിന് പോവാൻ. അതിന് ബുക്കില്ല. അയ്യോ. ആ വന്നേ, വാ, അവിടെ ഇരുന്നേ, പറഞ്ഞുതരാം. ഇതിന്റെ കൈയൊന്ന് മടക്കി അടിച്ചിട്ട് 4 ഉക്ക് പിടിപ്പിച്ചു കൊടുത്തേ. അയ്യോ, എനിക്ക് തുന്നാലൊന്നും അറിയില്ല. എനിക്ക് ഈ പണി അറിഞ്ഞിട്ടാണോ ഞാൻ ചെയ്യണേ? ഇങ്ങനെയൊക്കെ പണി പഠിക്കണത്. ആ ഗോവിന്ദനായർ മറിച്ചറിഞ്ഞില്ലേ? ഏത് ഗോവിന്ദായി? ഏത് ഗോവിന്ദനായരാ? പാറത്താഴ. ആ അത് തന്നെ. വാ, വാ, വാ. അവിടെ തുന്നടോ. എനിക്ക് ഒന്ന് വേഗം തുന്നെ. ഇതില് എവിടെയാ ഹുക്ക് പിടിപ്പിക്കേണ്ടത്?